ഇന്നത്തെ പതി 5 പേര് 20 രൂപ വെച്ചിട്ട് 100 രൂപയാണ്. 1 ലക്ഷം ലോൺ എടുത്താൽ നമ്മൾ 5 പേര് 2,500 വെച്ച് തന്നു. 12,000 അപ്പം ഇന്നത്തെ പതി. അങ്ങോട്ട് നോക്കിയേ, അവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ. അത് നമ്മുടെ പുതിയ വാടകക്കാരാണെന്ന് തോന്നണേ. കണ്ടിട്ട് നമ്മുടെ കൂട്ടരാണല്ലോ. തുടങ്ങി അവളുടെ കൊന്തിയും കുരിശും. എന്തായാലും നമുക്ക് പള്ളിയെ പോയൊരു കൂട്ടായില്ലോ. അവരുടെ മൊത്തം ഐശ്വര്യം കണ്ട നല്ല അസല് നായമാരാന്നാ തോന്നണേ. ഒന്ന് നിർത്തോ നിങ്ങളെ വർത്താനം. കുറച്ച് പേര് വന്ന് കേറിയിട്ടുള്ളൂ, അപ്പോഴേക്കും തുടങ്ങി ഓർ ജാതി വർത്താനം. എടിയിലേതേ, നീ അവളുടെ മൊത്തം ഐശ്വര്യം മാത്രം കണ്ടല്ലോ, ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. 5 നേരം നിസ്കരിക്കുന്ന തയമ്പ് നീ കണ്ട? മതി മീറ്റിംഗ് കഴിഞ്ഞു. പതി നേരത്തെ തന്നു, കണക്ക് പതിക്കലും കഴിഞ്ഞു. ഒരു കാര്യം പറയാൻ പറഞ്ഞു ഫിലോ, നിന്റെ ലോൺ പാസ്സായിട്ടുണ്ട്. നിന്റെ മോളുടെ പഠിപ്പ് ഉഷാറാവട്ടെ. എന്റെ കർത്താവേ, നീ ഇതിപ്പോഴാ പറയണേ എന്റെ എൽസിയെ? അത് ശരി, ഇപ്പൊ പറഞ്ഞതായോ കുറ്റം? അവര് പോണേല് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോവാൻ. വേഗം വേണം. ഏത് കൂട്ടരാണെന്ന് അറിയാലോ? അതറിയണമെന്നില്ല. മോഞ്ചത്തിന്റെ പേരെന്താ? അതെന്ത് പേര്? അതാണോ ഇപ്പൊ അത്ര വലിയ കാര്യം? അല്ലാണ്ട് പിന്നെ. മോളെ സമയം എത്രയായി? സമയം ഒരു 5:30 ഇങ്ങനെ ഇരുന്നാ മതിയാ, പോയി വിളക്കൊക്കെ ഉണ്ടേ. അയ്യോ, നീ ഓർമ്മിപ്പിച്ചത് നന്നായിട്ടാ. നമുക്ക് ഇറങ്ങാൻ നോക്കണ്ടേ? മോള് പോയി വിളക്ക് വെച്ചോ. ഞങ്ങള് അതിലൊന്നും അങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ഓളെ മൊഞ്ചത്തിന്ന് വിളിച്ചത്. പടച്ചോന്റെ ഒരു കളികളേ. എന്താ മോളെ തട്ടടാറില്ലേ? ഇല്ല, ഞങ്ങള് മുസ്ലിംസ് അല്ല. അല്ല, അപ്പൊ നിങ്ങൾ ആരെ വിശ്വസിക്കണേ? അല്ല, ഞങ്ങൾ വിശ്വാസികളല്ല. എന്താന്ന്? അവര് നിരീശ്വരവാദികളാണ്. അത് ശരി. ഞാൻ ഈ വള്ളിയങ്കാവിൽ ആദ്യമായിട്ടാ നിരീശ്വരവാദികളെ കാണുന്നത്. മണ്ടത്തരം
പറയല്ലേ എന്റെ ഫീലോ. കെട്ടിയന്മാരെ അവിടെ കാത്തിരിക്കണ്ടാവും. നമുക്ക് പോയാലോ? ആ ശരിയാ. അപ്പോ നമുക്കിറങ്ങിയാലോ? അപ്പൊ നിങ്ങൾ പരിചയപ്പെടാൻ വന്നതല്ലേ? അത് പിന്നെ ആവാലോ. ഞങ്ങൾ ഇറങ്ങാം. അതെ അതെ. എടിലേ അതെ, നിന്റെ ചെക്കനവിടെ ബെല്ലടിച്ച് തിരക്കൂട്ടുണ്ടല്ലോ. ആ അവിടെ കിടന്നടിച്ചോ. നിനക്ക് എന്താ അത്ര ധൃതി? നിന്റെ തള്ള ചത്ത. അധികം എടുത്തു നടക്കുന്നോളേ. അതിൽ നിങ്ങൾ എന്നെ അടിക്കണേ? ആറ്റുനൂറ്റ് കിട്ടിയ ഒരയൽക്കാരാ. ഹാ, അപ്പൊ അവരുള്ള ദേശം എന്നുള്ള തീർക്കണം. അല്ല, അവര് ചവിട്ടി പുറത്താക്കിയ. അല്ല, ഇതൊക്കെ നീ എങ്ങനെയാ കണ്ടേ? എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മുകളിലിരിക്കുന്ന ഓർക്കണം. ഓ, മോന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. അയ്യേ, ഞാനാ പെങ്കൊച്ചിന്റെ വായി നോക്കിയിട്ടില്ലേ? ഉവ്വ്. അല്ല, നിങ്ങൾ എന്തുണ്ടായെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്നുമില്ല. പറയ്. സുത്തിച്ചക്കൻ കടിച്ചു കടിച്ചു ഇവിടെ നീരായി. ഹേയ് പറയ്, സ്നേഹം കൊണ്ടല്ലേ, പറയ്. ഞാൻ കുറെ പ്രതീക്ഷിച്ചു ഒരുമിച്ച് പള്ളിയിലൊക്കെ പോവാന്ന്. അവര് നമ്മുടെ കൂട്ടരൊന്നല്ലടാ. ഇതാണ് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം. അങ്ങനെയല്ല. അപ്പൊ അവരാരെ കൂട്ടരാ? അവര് നല്ല കറ കളഞ്ഞ നിരീശ്വരവാദികളാ. നീ കുളിച്ചാ? ആ. എന്നാ ഭക്ഷണം എടുത്ത് വെക്കാം. ആ. നിനക്ക് മീൻ വറക്കണാ? വേണ്ട, മുട്ട പൊരിച്ചാൽ മതി. അത് നിന്റെ മറ്റുള്ളവരോട് പറഞ്ഞാ മതി. ഒരു സ്നേഹമില്ലാത്ത തള്ള. കല്ലും മണ്ണും ചെളിയും തൻ്റെ മേൽ വന്ന് വീഴുമ്പോൾ ആ പാവം കഴുത കുടഞ്ഞു കളഞ്ഞു മാറി. അവർ പിന്നെയും കല്ലും മണ്ണും ചെളിയും തൻ്റെ മേൽ വന്ന് വീഴുമ്പോഴൊക്കെ അതൊന്നും വകവയ്ക്കാതെ ആ പാവം കഴുത അമ്മേ, കുടഞ്ഞുകളയും മുകളിലേക്ക് കയറും. അമ്മ, കുടഞ്ഞുകളയും മുകളിലേക്ക് കയറും. അമ്മേ, മുകളിലേക്ക് കയറും. തള്ളേ. വീണ കല്ലും മണ്ണും ചെളിയും കുടഞ്ഞു കളഞ്ഞു അവസാനം ആ മണൽക്കൂടിലൂടെ ചവിട്ടി ചവിട്ടി എനിക്കൊരു ഐഡിയ. നിങ്ങളൊന്നില്ല പറയാം. അതായത് നമ്മുടെ കൂട്ടരല്ലാത്തല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ കൂട്ടരാക്കണം. അങ്ങോട്ട് ചെന്നേച്ചാലും മതി. ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെയും കൂടെ ഒരു നിരീശ്വരവാദികളാക്കും. നിങ്ങൾ ആദ്യം ഫുള്ള് പറയുന്നത് കേക്ക്. അതായത് അവൾക്ക് എന്തോ മകനോ മകളോ കണ്ടില്ലേ? പുത്ര, നീ ഉരുളണത് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. അതല്ല, ഈ കാര്യം പറ. അതായത് അവര് നമ്മുടെ സൈഡാക്കണം, നമ്മുടെ കൂട്ടരാക്കണം. ഇതേ വൈലാണ് നമ്മുടെ ജീവിതം താഴ്മാറാവുന്ന നമ്മുടെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് തഞ്ചത്തിലാവണം. നീ പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കാതില്ല. എന്തൊക്കെ പുച്ഛഞ്ഞു. ഒരു മുട്ട പിടിച്ചു തരാൻ പറഞ്ഞപ്പോ മുട്ട ഇരിപ്പില്ലേ? മുട്ട പൊരിച്ചു തരാം. മോളെ കണ്ടപ്പോഴാ ആന്റിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ ദൈവഭയല്ലാണ്ട് ജീവിക്കണത് നമുക്ക് ആപത്താ മോളെ. നമുക്ക് മാത്രല്ല, കുടുംബത്തിന് ആപത്താ. എന്റെ ചെക്കനെ കണ്ടില്ലേ? തല തെറിച്ച ചെക്കനായിരുന്നു. പിന്നെ വട്ടത്തിൽ അച്ഛനെ കൊണ്ട് തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചപ്പോഴൊന്നും ശരിയായത്. ഈ സീഡി ഒന്ന് ഇട്ട് കണ്ടു നോക്ക്. ഈ ദൈവഭയമൊക്കെ വരട്ടെ. സീരിയസ് ആക്കി എടുത്ത് എന്തേണി? പെൺപൂവേ പെൺപൂവേ എന്നോമൽ ചെമ്പനീർ പൂവേ കൺമുന്നേ കൺമുന്നേ കിനാവായി വന്നു നീ കാണാതെ നിന്നെ ഞാൻ താലോലിച്ചില്ലേ, ഞാൻ അറിയാതെ നീ എന്റെ പാട്ടിലൊളിച്ചില്ലേ, മറ്റാരും കാണാതെ സ്വർണ്ണത്തേരിലേറി ആകാശത്തിൻ കൂടാര
തന്തിയുറങ്ങിടാ என்னுயிரே நீ எந்தன் காதல் காவியமே பொன் கனவே என் நெஞ்சம் உன்னை தேடுகிறேன் என்னுயிரே நீ எந்தன் காதல் காவியமே பொன் கனவே என் நெஞ்சம் உன்னை தேடுகிறேன் ചേട്ടാ ആ പന്ത് നിർത്തരുമോ? പന്തില്ല വീട് വീണലിയാൻ കൊതിയായി വരുമോ കൂടെ പെയ്തൊഴിയാ മഴയായി നിൻ മോഹം ഉന്നെ പടൈത്തത് യാർ சொல்லடி മണ്ണിൽ ഇറങ്ങിയ ദേവതയേ നീയോവിയമോ നിജമോ எனக்கெதுவும் புரியவில்லை നീ കാണാതെ നിന്നെ ഞാൻ താലോലിച്ചില്ലേ ഞാൻ അറിയാതെ നീ എന്റെ പാട്ടിലൊളിച്ചില്ലേ മറ്റാരും കാണാതെ സ്വർണ്ണത്തേരിലേറി ആകാശത്തിൻ കൂടാരത്തന്തിയുറങ്ങിടാ മോനെ എവിടെയാ പുതിയ പെണ്ണിനെ കിട്ടിയപ്പോൾ നമ്മളെ വേണ്ടണ്ടായ എന്താടാ ഓ നിനക്കിപ്പോൾ ഒന്നും വേണ്ടല്ലോ തുടങ്ങിയവൻ അങ്ങനെയല്ലടാ എങ്ങനെയല്ലാന്ന് അച്ഛാ അവ ഒരു ദേവതാടാ ദേവത ദുലകത്തിലില്ലടാ അന്ത മാതിരി ഒരു പെണ്ണ് തമ്പി തമിഴ അപ്പൊ തലക്ക് പിടിച്ചിട്ടുണ്ടല്ലോ ഇത് മെയിൻ സീനാന്ന് നിങ്ങൾക്ക് ആ എനിക്ക് അവളെ ഇപ്പൊ പാക്കണം ഓടി 12 മണിക്കാ കളിക്കല് നീ ആൾക്കാരെ വട്ടിട്ടിടിക്കൂട്ടാ ഇടിച്ചോട്ടെ പറയണ കേക്കട പോലെ ഹലോ 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 കേക്കണ്ട ഹലോ ഹലോ പോലെ കർത്താവ് മിനിച്ചേട്ടാ ലൈറ്റർ ആവശ്യത്തിന് കത്തില്ല പണ്ടാറ്
ഇല്ലേ ഇതെന്റെ നാത്തൂന്നില്ലേ അവിടെ വന്ന് ഉടുപ്പാ എങ്ങനെയുണ്ട്? കൊള്ളാലോ. എൽസിയെ ഡാർവില്ലേ ഇവിടെ? അവനെ മുകളിലെങ്ങാനും കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. എന്തിനാ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കണേ? എന്റെ മുടി കണ്ട ആരാ നോക്കാത്ത? എന്റെ നൂർജോ? എന്തായില്ലോ മോന്റെയും കാര്യം? കുട്ടികളുടെ കാര്യല്ലേ, അത് അവര് നോക്കിയോളൂ. അതല്ല എന്റെ ശരി. പഠിപ്പ് കഴിഞ്ഞാൽ അവര് മാറി താമസിക്കാനാ തീരുമാനം. അതിന് ഇവിടെ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. ആ മോളുടെ പഠിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, മോളുടെ പഠിപ്പിന് നമ്മുടെ എല്ലാവരുടെയും സേവിങ്സിൽ നിന്ന് എടുത്ത് ഹെൽപ്പ് ചെയ്യാട്ടാ. കാറ് വരുന്നുണ്ടല്ലോ. അല്ല നിങ്ങളുടെയൊക്കെ പേരെന്താ? ഞാൻ മിസ് അതെന്റെ ഭാര്യ വീട്ടിലൊക്കെ എത്തിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കാട്ടാ. ഞങ്ങളെത്തോളാം. ഞങ്ങൾ വന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവില്ലേ? എവിടുന്നപ്പോ നിങ്ങൾ വരണേ? നിങ്ങളുടെ നാടൊക്കെ എവിടെയാ? ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, അപ്പൊ നിങ്ങൾ എന്താ ഇങ്ങോട്ട് മാറാൻ കാരണം? ഇനി എന്തായാലും പള്ളിയെ പോയി കൂട്ടായില്ലോ. അല്ല മോളെന്താ ചെയ്യണേ? ഞാനിപ്പോ ജോഗ്രഫിയില് മാസ്റ്റേഴ്സ് ചെയ്യും. എന്താ മോളെ അപ്പൊ ഭൂമിശാസ്ത്രം എടുത്തേ? നമ്മൾ ജീവിക്കുന്ന സ്ഥലം നന്നായി നോക്കേണ്ടത് നമ്മളല്ലേ? അല്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചോ? എന്തായാലും ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇവരൊക്കെ വൃത്തിയാക്കണ്ടേ? മീറ്റിങ്ങിലുള്ള അവിടെ വെച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിൽ നിന്ന് നമുക്ക് കുറച്ചെടുക്കാം. അതാണ് എൻ്റെ വീട് കേട്ടാ. ഇന്ന് രാത്രിക്കുള്ളത് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. അപ്പോൾ വൃത്തിയാക്കൽ പതുക്കെ മതിയല്ലോ. ആ ഓ എത്ര തവണ ഈ ചെക്കനെ വിളിക്കുന്നു. ഒരു ദിവസം പോലും പള്ളിയിൽ പോകാൻ നേരത്തെ എണീക്കില്ല. എത്രയായി വിളിക്കുന്നേ? ഇന്നൊന്ന് എണീക്കിൻ്റെ ഒന്ന് നോക്കിയേ. എന്നും അങ്ങനെയാ അവൻ. ആ എണീറ്റാ പൊന്നുമോൻ? അമ്മേ എന്തേ എൻ്റെ കൈക്ക് എന്താ പറ്റിയേ? ഞാനേ കുർബാനയ്ക്ക് പോവാ. പോയി വന്നിട്ട് എന്താ വെച്ചാ നോക്കിയിട്ട് ചോദിക്കാം കേട്ടാ. അവൻ്റെ ഒരു സോപ്പ് ഇടല്. അതെ ആ മുളയും പിള്ളേരെങ്ങാനും വന്നാ ഓടിച്ചു വിട്ടേക്കണേട്ടാ പറമ്പീന്ന്. ചേട്ടാ പന്ത് പൊക്കോ. പന്ത് കിട്ടിയിടാ.